ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു റംദാൻ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും കണ്ടിന്യൂ ചെയ്യാതിരുന്നത്. എന്തായാലും ഇന്ന് മുതൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുട്ടികളൊക്കെ ഉറക്കമാണ്. ഒരു 3:30 അലാറം വെച്ചതാണ്. ഇപ്പോൾ സമയം 4:15 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചണിലേക്ക് പോയി നോക്കാം. ഉമ്മച്ചി എഴുന്നേറ്റോ ഇല്ലോ എന്നുള്ളത് അറിയത്തില്ല. സൗണ്ടൊന്നും കേട്ടില്ല കേട്ടോ അടുക്കളയിൽ നിന്ന്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. നോമ്പൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ശരിക്കും എത്ര പെട്ടെന്നല്ല കഴിഞ്ഞു പോകുന്നത് ഓരോ നോമ്പ്. ശരിക്കും പകുതി ആയിട്ടുണ്ട്, പെട്ടെന്ന് തീർന്നു പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ പ്രാവശ്യം റമദാൻ മാസം തുടങ്ങുമ്പോൾ എന്തായാലും ഈ പ്രാവശ്യം നന്നായിട്ട് തന്നെ വീഡിയോ എടുക്കണം, ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ തന്നെ വ്ളോഗും അതുപോലെ തന്നെ ഷോർട്സൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. 2-3 ദിവസം മുമ്പേ തന്നെ എടുത്തു വെച്ച വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയമോ ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ല കേട്ടോ. കാരണം 1-2 പ്രൊമോഷൻ വർക്കൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നു. അപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യണം, പിന്നെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യണം, ഷോർട്സ് എഡിറ്റ് ചെയ്യണം, ഇതൊന്നും പോരാതെ റീലിന് വേറെ വീഡിയോ എഡിറ്റ് ചെയ്യണം, പിന്നെ ഫേസ്ബുക്കിലേക്ക് വേറെ, അങ്ങനെ മൊത്തത്തിൽ ഇതെല്ലാം കൂടി ആകെ ഇങ്ങനെ കുളമായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് മിനിങ്ങാന്ന് മുതൽ ഞാൻ നേരത്തെ പോലെ തന്നെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്, ഷോർട്സും വ്ളോഗൊക്കെ. പിന്നെ വ്ളോഗ് നമ്മൾ ഓരോ ദിവസം ഇടവിട്ട് മാത്രമാണ് ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇടുന്നുള്ളൂ. കാരണം എല്ലാം കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ നടക്കില്ല. പിന്നെ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഫോണിനും സ്റ്റോറേജ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ടിട്ട് പിന്നെ ഓരോന്ന് അങ്ങനെ ഇടാന്ന് കേട്ടോ ഓർത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ എന്തായാലും ഞാൻ കിച്ചണിൽ വന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നോമ്പുറയ്ക്ക് ഇടിയപ്പമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ചധികം ഉണ്ടാക്കി പിറ്റേ ദിവസം ഇടത്താഴത്തിനും കൂടെ വേണ്ടിയിട്ട്. അത് പിന്നെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം മതി, കറി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഗോതമ്പ് ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വെച്ചാൽ അത് കൊള്ളില്ലല്ലോ. പിറ്റേ ദിവസം നമ്മൾ ഇടത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഇടിയപ്പം ഒക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ആവി കയറ്റിയാൽ മതിയല്ലോ. പത്തിരി അങ്ങനെയൊക്കെ ആണെങ്കിൽ. അല്ല പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഉണ്ടാക്കൽ കുറച്ച് പാടാണ്. ഒന്നാമത് ഈ പകുതി മയക്കത്തിലാണ് എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെയാലും കഴിച്ചിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇടിയപ്പം ചൂടാക്കിയെടുത്തു, കറി ചൂടാക്കിയെടുത്തു. അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ വെക്കുകയാണ്. ചായ പിന്നെ നിർബന്ധമാണ്. രാവിലെ ഇടത്താഴത്തിനാണെങ്കിലും നോമ്പുറക്കാണെങ്കിലും ചായ ഇല്ലാതെ പറ്റില്ല, ആ ഒരവസ്ഥയിലാണ്. അപ്പം അതും റെഡിയാക്കി നമ്മളിത് മേശപ്പുറത്ത് കൊണ്ട് വെച്ചു. അപ്പോഴേക്കും മറ്റുമിച്ച് എഴുന്നേറ്റ് വന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നതാണ്. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിങ് എല്ലാ ദിവസത്തെയും പോലെ ബാക്കിയുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് അഫിനെ പറഞ്ഞു വിടാനുള്ള തിരക്കിലാണ്. അപ്പം ഉണക്കപ്പയറുണ്ടല്ലോ, അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് അപ്പം ഒന്ന് കലക്കി ചുട്ടതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കൊടുത്തു വിടാമെന്ന് ഓർത്തു. അങ്ങനെ 2 അപ്പം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഉണക്കപ്പയർ കറിയും വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അതൊരു 2 പീസ് എടുത്ത് ഫ്രൈ ചെയ്തിട്ട് അതും വെച്ചു കേട്ടോ. അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തു വിടും എന്നുള്ളത്. ഇങ്ങനെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം തീർന്നിരിക്കുമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ആപ്പിളാണ് കേട്ടോ. ആപ്പിൾ അങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ച് കൊടുത്തു വിട്ടതുകൊണ്ട് ആൾക്ക് വലിയ ഒരു ഇഷ്ടമില്ല. അപ്പോൾ ഈ ഒരു പഴം ചിപ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ അത് കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം റെഡിയാക്കി പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം എല്ലാം നിറച്ച് ബാഗിലാക്കി വെച്ചു. പിന്നെ അവനൊന്ന് യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് ഒന്ന് ഫ്രഷാക്കി യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് നിർത്തുന്നതാണ്. ഈ യൂണിഫോം ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് വഴക്കുണ്ടാക്കാറുണ്ട്. കാരണം കൈയും കാലും അടങ്ങിയിരിക്കുകയില്ല. എനിക്കത് കാണുമ്പോൾ കലി വരും. അങ്ങനെ യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് പിന്നെ ഒരു 8:45 ആകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 8:50-55 ആവുന്ന സമയത്താണ് കേട്ടോ ബസ് വരുന്നത്. അപ്പോൾ നിധിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്.
അപ്പോൾ ഇത് അഫീനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നു. പിന്നെ ഒന്ന് ഫ്രഷായി ഞാൻ ഡ്രസ്സ് അയൺ ചെയ്യുകയാണ്. എനിക്കൊന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. പിന്നെ ഈ ഒരു ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ഫേസസ് കാനഡ CC ടിൻ്റ് ക്രീം. ഇതിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നല്ല അടിപൊളി ക്രീമാണ്. ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കും. നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും, ഫേസിലൊരു ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഇറങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഓട്ടോറിക്ഷ വന്നു. പിന്നെ ഓട്ടോയിൽ ഉടുമ്പന്നൂർ വരെ പോയിട്ട് അവിടുന്ന് ബസ് കയറി പോകാമെന്നാണ് വിചാരിക്കണേ. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു വീഡിയോ എടുക്കാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ചിന്നുൻ്റെ കൂടെ വരുന്ന കേട്ടോ പറഞ്ഞത്. പക്ഷേ അവൾക്ക് കറക്റ്റ് സമയമായപ്പോൾ അത്യാവശ്യം വന്നു. അങ്ങനെ ഞാൻ വിളിക്കാത്ത മനുഷ്യന്മാരില്ല, ആരെയൊക്കെ വിളിച്ചത് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ആരും അവൈലബിൾ ആയിരുന്നില്ല. കാരണം നമ്മൾ മുൻകൂട്ടി പറയാതെ അവർ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് മാത്രമല്ല അത് ഉച്ചകഴിഞ്ഞായിരുന്നു പോകേണ്ടത്. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും അതും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ഉമ്മച്ചിനെയും കൂട്ടിയിട്ടാണ് പോയത്. അത് അന്ന് വീഡിയോ എടുത്തിട്ട് വരുമ്പോൾ 6:30 ആയിട്ടോ സമയം, അത്രയും ലേറ്റായി. അത് പിന്നെ ഈ ഡ്രസ്സിൻ്റെ ഷോപ്പ് ആയതുകൊണ്ട് നമ്മൾ 1, 2, 3, 4 ഡ്രസ്സൊക്കെ മാറി മാറി ഇടണം. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും ക്ലിപ്പിങ്സ് കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ലേറ്റ് ആവും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ജോലി ആയതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമായിട്ടല്ലേ. അല്ലെങ്കിലും നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിനോടൊരു ആത്മാർത്ഥത കാണിക്കണമല്ലോ. കാരണം അവർ നമുക്ക് പൈസ തന്ന് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ഒരു 100% കൊടുക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ. അങ്ങനെ അവിടുത്തെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ട് ഒരു 1.25 മണിക്കൂറാണ് മൊത്തത്തിൽ എടുത്തുള്ളൂ. അതിനിടയ്ക്ക് ഇത് അവിടെ നിന്ന് ഒരു വളയൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ മാറി മാറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ക്ലിപ്പിങ്സ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഷോപ്പിൻ്റെ പുറത്തുനിന്ന് 1-2 ക്ലിപ്പിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആയിരുന്നുകൊണ്ട് അതും വലിയ പ്രശ്നമൊന്നും വന്നില്ല. എപ്പോഴും തന്നെ ബസ് വരുന്നൊരു റൂട്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതെന്നുള്ള. അപ്പം തന്നെ ബസ് വന്നു. അങ്ങനെ നമ്മൾ അതിൽ കയറി ഉടുമ്പന്നൂർക്ക് പോകാൻ കേട്ടോ. പിന്നെ ഞാൻ ഉടുമ്പന്നൂർ ഇറങ്ങി. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വീട്ടിലേക്കുള്ളത്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എപ്പോഴേക്കും ഇതുകൂട്ടി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഐസ്ക്രീം ഇപ്പോൾ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടാണ് നോക്കി നിന്നത്. പിന്നെ ആദ്യം കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖത്തിന് അത്രയും കാലം. പിന്നെ അത് കൊടുത്തു കേട്ടോ. ഞാനും ചിന്നും നേരത്തെ പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കാൻ പോകുന്ന ദിവസം അത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തൊടുപുഴയ്ക്ക് പോകാം. പിന്നെ പെരുന്നാൾക്കൂടിയൊക്കെ എടുക്കാം. ഞങ്ങൾക്കുള്ളത് മാത്രം ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. പിന്നെ കുട്ടികൾക്കുള്ളത് പിന്നെ ഒരു ദിവസം കുട്ടികളെ കൊണ്ട് വന്നിട്ട് എടുത്താൽ മതിയല്ലോ. നമ്മുടെ കാര്യം കഴിഞ്ഞിരിക്കുമല്ലോ. പിന്നെ പിള്ളേർക്കുള്ള മാത്രം നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ കറക്റ്റ് നമ്മളിത് എടുക്കാൻ പോകുന്ന ദിവസം തന്നെ അവൾക്ക് 1-2 കേക്കിൻ്റെയൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ തൊടുപുഴയ്ക്കും കൂടെ പോയിട്ട് വരുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. പിന്നെ അവളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ഒന്ന് ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പം പിന്നെ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ബാവാസും ഇല്ലായിരുന്നു കേട്ടോ. അവന് എറണാകുളത്ത് ക്ലാസ് ഉള്ളതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോയിക്കുമായിരുന്നു. ഇനി അവനും കൂടി ഉള്ള ഒരു ദിവസം പോകാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ എന്തായാലും വീട്ടിൽ വന്നു. പിന്നെ അഫിക്ക് 3 മണിക്ക് ക്ലാസ് കഴിയും. 3:30 ആയപ്പോൾ അവനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് കിച്ചണിലേക്ക് വരുന്നത്. അപ്പോഴത്തേ കടലക്കറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പം ആവശ്യത്തിന് സവോളയും പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചായക്ക് പുട്ട് ഉണ്ടാക്കാമെന്നാണ്. പുട്ടും കടലയാണ്. പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പം ഇറച്ചിയോ അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. കടലയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉമ്മച്ചി തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത പരിപാടിയായിട്ട് ഞാൻ ആ ഏരിയയിലേക്ക് പോകാറില്ല. ഉമ്മച്ചി ഇല്ലെങ്കിൽ മാത്രം ചിലവ് എടുക്കുന്നുള്ളല്ലാതെ എനിക്ക് ഒട്ടും പറ്റില്ലാത്തൊരു പരിപാടിയാണത്. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിയൊന്ന് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ, പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ചൂടാറ് കഴിഞ്ഞപ്പോഴേക്കും അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു മയത്തിൽ നന്നായിട്ട് തന്നെ കിട്ടുമല്ലോ, പൊടിയായിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് 2-3 പ്രാവശ്യമായിട്ട് അത് പൊടിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഏകദേശം അത് റെഡി ആയിട്ടോ. എന്നാ തിന്നണേ? ബോളിയാ കടിച്ചേ? ആ മിടുക്കി. ജീരകം ഒന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് കറിയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ അരച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ആ ഒരു ജീരകം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ
വേവിച്ച കടലയിലേക്ക് ആ ഒരു തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളൊരു ചീനിച്ചട്ടി വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പില ഇട്ടു, വറ്റൽമുളക് ഇട്ടു, അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയല്ല കേട്ടോ, മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി പിന്നെ ഇട്ടിട്ടാണല്ലോ നമ്മൾ വേവിച്ചത്. എന്നിട്ട് അതൊന്ന് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സമയത്ത് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. ഉപ്പ് മാത്രമാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. അങ്ങനെ അതൊന്ന് പിഴിഞ്ഞ് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ തണ്ണിമത്തങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അത്യാവശ്യം ഇന്നാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്, അപ്പോൾ അതുകൊണ്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ നോമ്പുറക്കാൻ സമയമാകുമ്പോഴത്തേക്ക് അത് ഒന്ന് തണുത്ത് കിട്ടിക്കോളുമല്ലോ. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോഷൻ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് സാവധാനം സംസാരിച്ചുവിടുകയെന്ന് വെച്ചിട്ട് അത് പല പ്രൊമോഷൻ വീഡിയോയുടെ ഇടയിലും വരുന്ന കമൻറ്റാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ഒരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 1.25 മിനിറ്റൊക്കെയാണ് നമ്മൾ ഈ പ്രൊമോഷൻ വീഡിയോ എടുക്കുന്നത്. പക്ഷെ അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഒരു സ്പീഡൊക്കെ ആക്കി സംസാരിക്കാനാണ് പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഷോർട്സ് ഇടുന്ന പോലെ അല്ല, നമ്മുടെ ഒരു ഫാമിലി വ്ളോഗ് അങ്ങനെ ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അതിൽ ഉൾപ്പെടുത്തണം, അതിൽ പറയേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് സ്പീഡ് ആക്കിയാലേ പറ്റുള്ളൂ. എന്നാലും പറയുന്ന കാര്യങ്ങൾ മാക്സിമം ക്ലിയർ ആയിരിക്കുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു സ്പീഡിൽ ആ ഒരു ക്ലാരിറ്റിയോട് കൂടി അത് അവതരിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മൾ എല്ലാ വീഡിയോ, അതിപ്പോൾ ഷോർട്സ്, മിനി വ്ളോഗും അല്ലെങ്കിൽ മറ്റു വ്ളോഗൊക്കെ കാണുമ്പോഴത്തേക്കും അതിൽ ഒരു രീതിയിൽ സംസാരിക്കുന്നു. പ്രൊമോഷൻ വീഡിയോ വരുമ്പോഴത്തേക്കും കുറച്ച് സ്പീഡിൽ സംസാരിക്കുമ്പോഴത്തേക്കും ആളുകൾക്ക് ആ ഒരു വ്യത്യാസം എന്തായാലും മനസ്സിലാവും. അതുകൊണ്ടായിരിക്കണം മേ ബി അങ്ങനെ ചോദിച്ചത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, നമുക്ക് ആ നിശ്ചിത സമയത്തിനുള്ളിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തണം. അതുകൊണ്ടിട്ടാണ് കുറച്ച് സ്പീഡ് കൂടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് അത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നാരങ്ങ വെള്ളമാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം തേങ്ങ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ആ പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിങ്ങനെ ലെയറായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ആദ്യം തേങ്ങ ഇടുന്നു, പിന്നെ പൊടിയിടുകയാണ്, അതിനുശേഷം വീണ്ടും തേങ്ങ ഇടുന്നു, പിന്നെ പൊടിയിടുന്നു. അങ്ങനെ 3-4 ലെയറായിട്ട് അത് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട്. ശരിക്കും മറ്റേതിനെക്കാട്ടിലും എളുപ്പമുണ്ടല്ലോ. പിന്നെ കുറച്ച് സമയം കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ പ്രാവശ്യം ഇത് നിറയ്ക്കണം, പിന്നെ അത് റെഡിയാക്കി എടുക്കണം, അങ്ങനെയാണല്ലോ. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് പരിപാടി കഴിയും. അതുകൊണ്ട് എളുപ്പമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതേ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു, ബെഡ്ഷീറ്റും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ കുട്ടികളുടെ എൻ്റെയും പിന്നെ ബെഡ്ഷീറ്റും എല്ലാം ഒന്ന് മാറ്റി മടക്കി അതത് സ്ഥാനത്ത് കൊണ്ട് വെച്ചു. അപ്പോഴേക്കും നോമ്പുറക്കാൻ സമയമായിട്ടോ. പിന്നെ ഒന്ന് ഒതുക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മളിത് ടേബിളിൽ കൊണ്ട് വെക്കുന്നതാണ്. പിള്ളേർ രണ്ടുപേരും പുറത്ത് കൂട്ടുകാരുടെ നല്ല കളിയായിരുന്നു. ഇത്ര നേരം സമയമായപ്പോഴത്തേക്കും അവർ രണ്ടുപേരും കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്രഷൊക്കെ ആയി അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ തണ്ണിമത്തങ്ങയും പിന്നെ ഈന്തപ്പഴവും പിന്നെ നാരങ്ങ വെള്ളം, പച്ചവെള്ളം എല്ലാം കൊണ്ട് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് അഫിക്ക് ബോളി വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ബോളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുതായിട്ട് നോമ്പ് മുറിച്ചതിന് ശേഷം പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. പുട്ട്, പിന്നെ ഇടിയപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് കുറച്ച് നേർച്ച ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. കടലക്കറി, ചായയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഇന്ന് അമ്മായി ഇന്ന് നമുക്ക് ചീരക്കഞ്ഞി കൊണ്ട് തരാറുണ്ട്. ഇന്നിപ്പം അഫിയാണ് പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതും ഒരു ഗ്ലാസ് കുടിച്ചു. അപ്പോഴേക്കും വയറ് ഫുള്ളായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.